ഇന്നത്തെ കാലത്ത് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ എറർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ എടുക്കാത്ത ലോൺ നമ്മുടെ റിപ്പോർട്ടിലേക്ക് വരിക, അതുപോലെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്ത ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണിക്കുക, നമ്മൾ അപ്ലൈ ചെയ്യാത്ത ലോൺ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എൻക്വയറി നമ്മുടെ റിപ്പോർട്ടിലേക്ക് വരിക, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ മിസ്റ്റേക്ക് വരിക, നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഇല്ലെങ്കിൽ ലോൺ എമൗണ്ട് തെറ്റായിട്ട് കാണിക്കുക. അങ്ങനെ പലതരത്തിലുള്ള മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചില മിസ്റ്റേക്കൊക്കെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ അത് റിസോൾവ് ആയി കിട്ടും. കാരണം ചില എററൊക്കെ ആ ഒരു പർട്ടിക്കുലർ ബ്യൂറോയുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആയിരിക്കാം. അത് അവർ ഡാറ്റ പ്രോസസ് ചെയ്യുമ്പോൾ ബാച്ച് വൈസ് ആണ് ഡാറ്റ പ്രോസസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രോസസ്സ് ചെയ്തപ്പോൾ വന്ന എറർ ആയിരിക്കും. അത് നെക്സ്റ്റ് ബാച്ചിലെ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അത് നമുക്കത് കറക്റ്റായി വരും. പക്ഷേ ചില എററും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മളുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഇട്ട് നമ്മൾ അത് റിസോൾവ് ചെയ്യാനായിട്ട് തയ്യാറായാൽ മാത്രമേ അത് നമുക്ക് സോൾവ് ആയി കിട്ടുകയുള്ളൂ. അല്ലാതെ പക്ഷേ നമ്മുടെ റിപ്പോർട്ടിൽ ആ ഒരു എറർ അവിടെ തന്നെ ഉണ്ടാകും. നമുക്ക് ആ ഒരു സമയത്ത് അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നുകയില്ല. പക്ഷേ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഹോം ലോൺ അല്ലെങ്കിൽ ഒരു കാർ ലോണൊക്കെ എടുക്കുന്ന ആ സമയത്ത് നമ്മൾ ബാങ്കിൽ ചെല്ലുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് നമ്മുടെ റിപ്പോർട്ടിലുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്യൂ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ റിജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ഫുൾ ലോൺ എമൗണ്ട് കിട്ടാത്തൊരു സ്ഥിതി, അതുപോലെ തന്നെ ഇല്ലെങ്കിൽ ഉയർന്ന ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടും നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ആ ഒരു സമയത്ത് നമ്മൾ ഇത് തിരുത്താനായിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മിസ്റ്റേക്കൊക്കെ പലപ്പോഴും റെക്ടിഫൈ ചെയ്തെടുക്കാനായിട്ട് നല്ല ഡിലേയും കാര്യങ്ങളൊക്കെ വരും. സോ നമുക്ക് എമർജൻസി ആയിട്ട് വേണ്ട ഒരു ലോൺ ആണെങ്കിൽ നമ്മൾ ആ ഒരു സമയം നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മൾ ഒരു മിസ്റ്റേക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇനിഷ്യേറ്റ് എടുത്തത് റിസോൾവ് ചെയ്തെടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിപ്പോർട്ട് എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യണം. മിസ്റ്റേക്ക് വന്നുള്ളത് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് തിരുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. എനിക്ക് പേഴ്സണലി ഒരു 2-3 വീക്ക് മുമ്പ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിരുന്നു. ഞാൻ ഇടയ്ക്ക് ചെയ്തൊരു വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ എൻ്റെ റിപ്പോർട്ടിൽ വന്ന മിസ്റ്റേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റെക്ടിഫൈ ചെയ്തെടുത്തു. ഏകദേശം 17 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് എനിക്കത് റെക്ടിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത്. സോ നമ്മുടെ റിപ്പോർട്ടിൽ എറർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് തിരുത്തിയെടുക്കാനായിട്ട് സാധിക്കും, ആ ഒരു എറർ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം എനിക്ക് സംഭവിച്ച ആ ഒരു ഇഷ്യൂ പറയാം. ഞാൻ എൻ്റെ ക്രെഡിറ്റ് സ്കോർ നോക്കിയ സമയത്ത് എൻ്റെ സ്കോർ അങ്ങ് പെട്ടെന്ന് നല്ല രീതിയിൽ ഡൗൺ ആയി. ഏകദേശം 787ഓളം ഉണ്ടായിരുന്ന സ്കോർ നേരെ 694 മാറി. ഞാൻ നോർമലി സിബിൽ സ്കോർ ആണ് നോക്കാറ്. അപ്പോൾ സിബിലാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ സ്കോർ ഡൗൺ ആയപ്പോൾ എന്തായാലും റിപ്പോർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതുകൊണ്ടായിരിക്കും സ്കോർ ഡൗൺ ആയത്. ഞാൻ റിപ്പോർട്ട് എടുത്തു, ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് അല്ല. കാരണം എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇതൊക്കെ കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് അവിടെ വരില്ല, ലേറ്റ് പേയ്മെൻറ്റോ വേറെ ഒരു മിസ്റ്റേക്കോ അവിടെ വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ റിപ്പോർട്ട് നോക്കിയ സമയത്ത് ഒരു 5 ലോൺ അക്കൗണ്ട് എൻ്റെ റിപ്പോർട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സ്കോർ ഇവിടെ കുറഞ്ഞിരിക്കുന്നത്. 5 ലോൺ അക്കൗണ്ടും എൻ്റേതല്ല. അതിൽ ഒരെണ്ണം ബിസിനസ് ലോണാണ്, 13 ലക്ഷത്തോളം രൂപയുടെ ഒരു ബിസിനസ് ലോണാണ്. അതിലൊരു ഡ്യൂ വന്നിട്ടുണ്ട്. ആ ഡ്യൂ വന്നതുകൊണ്ടാണ് സ്കോർ അത്രയും പെട്ടെന്ന് തന്നെ കുറഞ്ഞത്. സിബിൽ മാത്രമല്ല, നമുക്ക് ഇന്ത്യയിൽ വേറെ 3 ബ്യൂറോസ് കൂടി അവൈലബിൾ ആണ്. എക്സ്പീരിയൻ ഉണ്ട്, ഇക്വിഫാക്സ് ഉണ്ട്, ക്രിഫ് ഉണ്ട്. അപ്പോൾ 3 ബ്യൂറോയുടെ റിപ്പോർട്ട് കൂടി ഞാൻ എടുത്ത് നോക്കി. ആ 3 ബ്യൂറോയുടെ റിപ്പോർട്ടിലും പ്രത്യേകിച്ച് മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, അതെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു സിബിലിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഡാറ്റ പ്രോസസ്സ് ചെയ്തപ്പോൾ വന്ന ആ ഒരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു പക്ഷേ ഞാനത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അത് അപ്ഡേറ്റ് ആയിട്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മാറി കിട്ടിയാണ്. ഇതിന് മുമ്പ് ഇതുപോലെ ഒരു വട്ടം വന്നപ്പോൾ അത് തന്നെ മാറിയിരുന്നു. പക്ഷേ ഞാൻ എന്തായാലും സിബിലിൻ്റെ പെയ്ഡ് പ്ലാനാണ് ഉപയോഗിക്കുന്നത്. ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കുറച്ച് ഈസിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റ് എടുക്കാമെന്ന് കരുതി ഞാൻ സിബിലിൻ്റെ ആ ഒരു ഡാഷ്ബോർഡ് വഴി തന്നെ ഈ 5 ലോൺ അക്കൗണ്ടുകൾക്കും എതിരെ ഞാൻ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തു. ഒരെണ്ണം ബജാജിൻ്റെ ഈ ഒരു ബിസിനസ് ലോണാണ്, വേറെ 4 ഗോൾഡ് ലോണാണ്. അതിൽ ഒരെണ്ണം ക്ലോസ്ഡ് ഗോൾഡ് ലോണാണ്, 3 ഗോൾഡ് ലോൺ ആക്റ്റീവാണ്. ഇങ്ങനെയാണ് ലോണിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വരുന്നത്. DCB ബാങ്കിൻ്റെ ഗോൾഡ് ലോൺ ആയിരുന്നു. അപ്പോൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് എൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നും ഡീറ്റെയിൽ ആയിട്ട് ഒരു മെയിലും അയച്ചു. എൻ്റെ KYC ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അവർ ഇനിഷ്യേറ്റ് എടുത്തു. ആദ്യം റെക്ടിഫൈ ചെയ്തത് ബജാജിൻ്റെ ഒരു ബിസിനസ് ലോൺ ആയിരുന്നു. അത് ബജാജിൻ്റെ കസ്റ്റമർ സപ്പോർട്ടാണ് കേട്ടോ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തത്. അവർ കറക്റ്റായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങി അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു, അത് പ്രോസസ്സ് ചെയ്തു. അതുപോലെ തന്നെ അത് വേഗത്തിൽ തന്നെ അത് റെക്ടിഫൈ ചെയ്തു, റിമൂവ് ആക്കി എന്ന് പറഞ്ഞ് എനിക്ക് കൺഫർമേഷൻ മെയിൽ അയച്ചു. അതുപോലെ തന്നെ ആ റിമൂവ് ആക്കിയ പുതിയ ക്രെഡിറ്റ് റിപ്പോർട്ടും അവരെനിക്ക്
അയച്ചു തന്നു. ബജാജിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് എനിക്ക് ഇതിൻ്റെ കാര്യത്തിൽ പക്കായിരുന്നു. അവരുടെ സൈഡിൽ നിന്നാണ് അത് റെക്ടിഫൈ ചെയ്ത് തന്നത്. ബാക്കി 4 ഗോൾഡ് ലോൺ അക്കൗണ്ടും റെക്ടിഫൈ ചെയ്തത് ഈ ഒരു സിബിലിൻ്റെ ഭാഗത്തു നിന്നാണ്. ഞാൻ ഫയൽ ചെയ്ത ഡിസ്പ്യൂട്ട് ഉണ്ടല്ലോ, അപ്പോൾ സിബിലിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് എൻക്വയറി പോയി അവരുടെ ഭാഗത്തു നിന്നാണ് അത് റെക്ടിഫൈ ചെയ്ത് തന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ DCB ബാങ്കിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് ഇപ്പോഴും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ വരാറുണ്ട്. അതിൻ്റെ ഞാൻ കൂടുതൽ കംപ്ലയിൻറ്റ് ഇതുവരെ ക്ലോസ് ആയിട്ടില്ല, അവരത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് ഇപ്പോഴും മെയിൽ വന്നത്. സോ അത് എനിക്ക് റെക്ടിഫൈ ചെയ്ത് തന്നത് സിബിലിൻ്റെ എൻഡിൽ നിന്നാണ്. എന്തായാലും 17 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ റിപ്പോർട്ട് പഴയ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. സ്കോർ പഴയ ഫോമിലേക്ക് വന്നു. പഴയ ഫോമിനേക്കാൾ 10 പോയിന്റ് കൂടി. 787 ഉണ്ടായിരുന്നത് 797 ആയിട്ട് മാറി. അതുപോലെ തന്നെ ഈ വന്ന 5 ലോൺ അക്കൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ആ ഡ്യൂ മാർക്ക് ചെയ്തത് അത് റിമൂവ് ആയി. ഏകദേശം 17 ദിവസം എടുത്തു. അതായത് 8-ാം തീയതി ഞാൻ ഫയൽ ചെയ്തു ഡിസ്പ്യൂട്ട്, 24-ാം തീയതിയാണ് ക്ലോസ് ആയത്. എന്തായാലും ഇപ്പോൾ നിലവിൽ നമ്മളൊരു ഡിസ്പ്യൂട്ടൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. കാരണം RBI റൂൾ അനുസരിച്ച് 30 ദിവസത്തിനുള്ള ഒരു സൊല്യൂഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തിന് 100 രൂപ എന്ന രീതിയിൽ ഒരു പെനാൽറ്റി ചാർജ് ഈ ഒരു ക്രെഡിറ്റ് ബ്യൂറോകൾ നൽകണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നമ്മൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഇതിനിടയ്ക്ക് 25-ാം തീയതിൻ്റെ റിപ്പോർട്ട് റീഫ്രഷ് ആയപ്പോൾ അതിനകത്തേക്ക് ഞാൻ ക്ലോസ് ചെയ്ത ഒരു ആക്സിസ് ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ. ഈ ഒരു ചാനലിലെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. എൻ്റെ AS ക്രെഡിറ്റ് കാർഡ് അത് ഞാൻ ക്ലോസ് ചെയ്തതാണ്. 2025 ഏപ്രിലിൽ ക്ലോസ് ചെയ്തതാണ്. ബാക്കി എല്ലാ ബ്യൂറോയുടെ റിപ്പോർട്ടിലും അത് ക്ലോസ്ഡ് ആണ്. സിബിലും ക്ലോസ്ഡ് ആയിരുന്നു. അത് പിന്നെ അത് ആക്റ്റീവ് എന്ന് പറഞ്ഞ് വരാനായിട്ട് തുടങ്ങി. അത് മൾട്ടിപ്പിൾ ആണ്. അതായത് ഒരു സെക്ഷൻ, അതായത് ക്ലോസ്ഡ് അക്കൗണ്ട് സെക്ഷനിൽ അത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ ആക്റ്റീവ് അക്കൗണ്ടിൻ്റെ സെക്ഷനിൽ അത് ആക്റ്റീവ് എന്നും പറഞ്ഞ് കാണിക്കുന്നത്. സോ ഞാൻ 25-ാം തീയതി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തു. അത് ആ ഒരു മിനിറ്റുകളിൽ തന്നെ ആ ഒരു ഡിസ്പ്യൂട്ട് ക്ലോസ് ചെയ്തു തന്നു. സോ എൻ്റെ കേസിൽ സംഭവിച്ചത് ഇതാണ്. ഞാൻ റെക്ടിഫൈ ചെയ്തത്, ആ ഒരു ഇഷ്യൂ റെക്ടിഫൈ ചെയ്തത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, Paytm പോലുള്ള പല പ്ലാറ്റ്ഫോമിലും നമുക്ക് മന്ത്ലി ഒരു തവണ നമുക്ക് നമ്മുടെ റിപ്പോർട്ട് സൗജന്യമായിട്ട് ചെക്ക് ചെയ്യാം. അത് പല പ്ലാറ്റ്ഫോമിലും പല ബ്യൂറോസ് ആയിരിക്കും. ചിലതിൽ സിബിൽ ആയിരിക്കും, ചിലതിൽ എക്സ്പീരിയൻ ആയിരിക്കും, ചിലതിൽ ക്രിഫ് ആയിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ പ്ലാറ്റ്ഫോമാണ്. പിന്നെ നമുക്ക് ഈ ഒരു 4 ബ്യൂറോയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് വർഷത്തിൽ ഒരു തവണ സൗജന്യമായിട്ട് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതൊന്നും കൂടാതെ നമുക്ക് ഡെയിലി റിപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് തന്നെ നമ്മൾ ഇവരുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ വൺ സ്കോറൊക്കെ ഉണ്ട്. വൺ സ്കോറൊക്കെ നമുക്ക് മന്ത്ലി ഒരു തവണ മാത്രമേ റീഫ്രഷ് ചെയ്ത പുതിയ റിപ്പോർട്ടും പുതിയ സ്കോറും നമുക്ക് നൽകുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പൈസ ബസാറിലൊരു ഓപ്ഷനുണ്ട്. പൈസ ബസാറിൽ നമുക്ക് 4 ബ്യൂറോയുടെയും റിപ്പോർട്ട് വർഷത്തിൽ 399 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ വൺ ടൈം റിപ്പോർട്ടാണെങ്കിൽ 21 രൂപ കൊടുത്താൽ മതിയാകും. നമുക്ക് സെയിം ടൈം 4 ബ്യൂറോയുടെയും ലേറ്റസ്റ്റ് സ്കോറും ലേറ്റസ്റ്റ് റിപ്പോർട്ടും നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു 399 രൂപ ഇയർലി വരുന്ന പ്ലാനിന് നമുക്ക് ഡെയിലി റീഫ്രഷ് അവൈലബിൾ അല്ല. നമുക്ക് ഓരോ ആഴ്ച കൂടുമ്പോഴുമായിരിക്കും പുതിയ റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. അത് വളരെ കുറഞ്ഞ എമൗണ്ടാണ്. 4 ബ്യൂറോയുടെയും റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഇൻഡിവിജ്വലി ഓരോ ബ്യൂറോയുടെയും സ്കോറും റിപ്പോർട്ടിനും വേണ്ടിയുള്ള സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ എമൗണ്ട് ആകും. പക്ഷേ ഒരേ ഒരു പോരായ്മ, നമുക്ക് ഡെയിലി റിഫ്രഷ് ഇല്ല. നമുക്ക് വീക്ക്ലി റിഫ്രഷാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഇനഫാണ്. വീക്കിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ മതിയാകും. പക്ഷേ ഒരു പോരായ്മ എനിക്ക് അവിടെ തോന്നിയത് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ എളുപ്പം ഏതെങ്കിലും പ്ലാറ്റ്ഫോമിന് ഡയറക്റ്റ് പെയ്ഡ് പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒരു പൈസ ബസാറിൻ്റെ 399 വരുന്ന ആ ഒരു പ്ലാനും എടുത്തിരുന്നു. ഞാൻ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നില്ല. അപ്പം നിങ്ങളോട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഞാൻ ആ ഒരു പ്ലാനും എടുത്തിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അത്. അതിനകത്ത് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്ത സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് ഡിസ്പ്യൂട്ട് ഫയൽ ആകുന്നത് ആ ഒരു കൺട്രോൾ നമ്പറൊക്കെ വെച്ചുകൊണ്ട് സിബിലിലേക്ക് ഒരു മെയിലാണ് പോകുന്നത്, നമ്മുടെ മെയിൽ ഐ ഡിയിൽ നിന്ന്. അപ്പോൾ പലപ്പോഴും ഞാൻ ആ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ആ ഒരു ഡിസ്പ്യൂട്ട് എററാണ് വന്നത്. മെയിൽ സെൻഡ് ആവുന്നുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷേ അത് ഡിസ്പ്യൂട്ട് ക്ലോസ്ഡ് ആയി, അതുപോലെ തന്നെ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ആ രീതിയിലൊക്കെയാണ് എനിക്ക് സിബിലിൻ്റെ ഭാഗത്ത് നിന്നും റീപ്ലൈ മെയിൽ വന്നത്. സോ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഡയറക്റ്റ് ആയിട്ട് സിബിലിൻ്റെ ഒരു പ്ലാൻ എടുത്ത് അതുവഴി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇയർലി പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ സിബിലിൻ്റെത് 1200 രൂപയാണ് വരുന്നത്. എക്സ്പീരിയൻ ആണെങ്കിൽ 499 രൂപയാണ്. ഇക്വിഫാക്സ് ആണെങ്കിൽ 900 രൂപയാണ്. ക്രിഫ് ആണെങ്കിൽ 999 രൂപയാണ് ഇയർലി പ്ലാൻ വരുന്നത്. ഈ ബ്യൂറോസിൻ്റെയൊക്കെ കയ്യിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും 24 മണിക്കൂർ തികയുന്ന സമയത്ത് എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ സ്കോർ നമുക്ക് റിഫ്രഷ് ചെയ്യാം. ലേറ്റസ്റ്റ് റിപ്പോർട്ട് കിട്ടും. നമ്മൾ തലേ ദിവസം ഒരു ക്രെഡിറ്റ് കാർഡിന് അല്ലെങ്കിൽ ലോണിന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അത് അന്ന് തന്നെ നമ്മുടെ റിപ്പോർട്ടിൽ അപ്ഡേറ്റ് ആവും. നെക്സ്റ്റ് ഡേ റിഫ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ റിപ്പോർട്ടിൽ അത് റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. സോ പുതിയ എൻക്വയറീസ് റിയൽ ടൈമായിട്ട് ആഡാകും. അതുപോലെ തന്നെ സ്കോർ റിയൽ ടൈമായിട്ട് മാറും. നമുക്ക് ഡെയിലി നമ്മുടെ റിപ്പോർട്ട് റിഫ്രഷ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. സോ എനിക്ക് പേഴ്സണലി ബെറ്റർ ആയിട്ട് തോന്നിയത് സിബിലിൻ്റെ ആ ഒരു പെയ്ഡ് പ്ലാനാണ്. ഇയർലി 1200 രൂപ വരുന്ന ഒരു പെയ്ഡ് പ്ലാനാണ്. കാരണം നമുക്ക് ഡെയിലി റിഫ്രഷ് അവൈലബിൾ ആണ്. സിബിലിൻ്റെ റിപ്പോർട്ടാണ് വൈഡ്ലി കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ സിബിലിൻ്റെ ആ ഒരു പെയ്ഡ്
പെയ്ഡ് പ്ലാനാണ് കൂടുതലായിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഏത് ബ്യൂറോയുടെ റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് എറർ കണ്ടെത്തിയത് ആ ഒരു പർട്ടിക്കുലർ ബ്യൂറോ വഴി നിങ്ങൾക്ക് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം. സിബിൽ ആണെങ്കിലും എക്സ്പീരിയൻ ആണെങ്കിലും ക്രിഫ് ആണെങ്കിലും ഇക്വിഫാക്സ് ആണെങ്കിലും ഒക്കെ അവരുടെ വെബ്സൈറ്റ് വഴി നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നൽകുന്നുണ്ട്. ആ ഒരു സെക്ഷൻ വഴി നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം. സിബിലിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ സൗജന്യമായിട്ട് നൽകുന്നത് ഇയർലി ഒരെണ്ണമാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കിട്ടാനായിട്ട് നമ്മൾ പെയ്ഡ് പ്ലാൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നതിലൊരു പ്രശ്നമുണ്ട്. അല്ലാതെ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം വഴി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുക. എങ്ങനെ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. രണ്ടാമതായിട്ട് ഏത് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ലോൺ അക്കൗണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾക്ക് അവിടെ മിസ്റ്റേക്ക് വന്നത്, ആ ഒരു ധനകാര്യ സ്ഥാപനത്തിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവരുടെ കസ്റ്റമർ കെയർ ഐഡിയ ഒക്കെ നമുക്ക് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. കസ്റ്റമർ കെയറിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇമെയിൽ അയക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അവരുടെ നോർമൽ കസ്റ്റമർ കെയർ, നിങ്ങളുടെ ആ ഒരു സെക്ഷൻ പർട്ടിക്കുലർ സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള നോർമൽ കസ്റ്റമർ കെയർ. സെക്കൻഡ് സ്റ്റെപ്പ് നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവർ വഴി ആ ഒരു പർട്ടിക്കുലർ ധനകാര്യ സ്ഥാപനം വഴി നമ്മുടെ ഇഷ്യൂ നമുക്ക് റെക്ടിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ ബജാജിൻ്റെ കേസിൽ അവരാണ് റെക്ടിഫൈ ചെയ്ത് തന്നത് ഫാസ്റ്റായിട്ട്. DCB ബാങ്കിൻ്റെ കാര്യത്തിൽ, അതായത് ഗോൾഡ് ലോണിൻ്റെ കാര്യത്തിൽ അതും അവർ റെക്ടിഫൈ ചെയ്ത് തരും. പക്ഷേ ചിലപ്പോൾ ഡിലേ എടുത്തേക്കാം. അവരിപ്പോഴും പ്രോസസ്സിംഗ് ആണ്. അതെനിക്ക് ഫാസ്റ്റായിട്ട് റെക്ടിഫൈ ചെയ്ത് വന്നത് സിബിലിൻ്റെ ഭാഗത്ത് നിന്ന് ഫയൽ ചെയ്ത ഡിസ്പ്യൂട്ടിൻ്റെ ആ ഒരു സ്റ്റാറ്റസിലാണ്. പിന്നെ ചെയ്യേണ്ട ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തു യാതൊരുവിധ മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RBI ഓംബുഡ്സ്മാൻ വഴി നിങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റ് ബ്യൂറോകൾക്കെതിരേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ക്രെഡിറ്റ് ബ്യൂറോകൾക്കെതിരെ കംപ്ലയിൻറ്റ് റൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ധനകാര്യ സ്ഥാപനത്തിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇങ്ങനെ RBI ഓംബുഡ്സ്മാൻ വഴി കംപ്ലയിൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിനെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം കസ്റ്റമർ കെയർ, അത് കഴിഞ്ഞ് നോഡൽ ഓഫീസർ, അതിനുശേഷം ഈ ഒരു RBI ഓംബുഡ്സ്മാനെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. സോ ഈ രീതിയിൽ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരുത്തി എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി